ഒ പിയിൽ സ്ഥിരമായിട്ട് പേഷ്യൻ്റ് വന്നിട്ട് പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് കാലിലേക്ക് വരുന്ന വേദനയും തരിപ്പും അല്ലെങ്കിൽ പുകച്ചിലും ഒക്കെ. ഇത് എന്തുകൊണ്ടായിരിക്കും അവർക്ക് വരുന്നുണ്ടാവുക? പല അസുഖങ്ങളിലും ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ടെങ്കിലും വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു അസുഖമാണ് സയാറ്റിക്ക എന്ന് പറയുന്നത്. അതായത് നമ്മുടെ നട്ടെല്ലിൻ്റെ ഉള്ളിലുള്ള ഡിസ്ക് ബൾജ് ചെയ്തിട്ടോ അല്ലെങ്കിൽ തേയ്മാനം കൊണ്ടോ ഒക്കെ ഈ സയാറ്റിക് നെർവിന് നട്ടെല്ലിൽ നിന്ന് താഴെ കാലിലേക്ക് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെർവാണ് സയാറ്റിക് നെർവ് എന്ന് പറയുന്നത്. ഈ സയാറ്റിക് നെർവിന് കംപ്രഷൻ വരുന്നത് കൊണ്ട് ഉണ്ടാവുന്ന അസുഖത്തിനെയാണ് നമ്മൾ സയാറ്റിക്ക എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങളാണ് നമ്മുടെ നടുവിൽ നിന്ന് തുടങ്ങി ബട്ടക്സ് വഴി താഴെ കാലിലേക്ക് ഇറങ്ങി വരുന്ന പോലെയുള്ള വേദന. അതോടുകൂടി തന്നെ ചിലപ്പോൾ തരിപ്പുണ്ടാവാം, പുകച്ചിലുണ്ടാവാം. ഇതിൻ്റെ ഏറ്റവും വേഴ്സ്റ്റ് ആയ കോംപ്ലിക്കേഷൻസിൽ കാലിലേക്കുള്ള മസിൽസിന് സ്ട്രെങ്ത് കുറഞ്ഞിട്ട് ഫുഡ് ഡ്രോപ്പ് വരെ വരാം. ഒരുപക്ഷെ നമ്മുടെ മലമൂത്ര വിസർജനമൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഞരമ്പുകളും കൂടെ ഇതിൽ അഫക്റ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കൺട്രോൾ നമുക്ക് നഷ്ടപ്പെടാനും കോഡായിക്കുല സിൻഡ്രോം പോലെയുള്ള അസുഖത്തിലേക്ക് അത് പോകാനും ഒക്കെയുള്ള ചാൻസസ് ഉണ്ട്. ഈ ഒരു സയാറ്റിക് നെർവിന് വരുന്ന കംപ്രഷനിൽ വളരെ കുറഞ്ഞ കേസുകളിൽ മാത്രമാണ് നമുക്ക് സർജറി ആവശ്യമായിട്ട് വരുന്നത്. എല്ലാ സയാറ്റിക് നെർവ് കംപ്രഷനിലും സർജറി ആവശ്യമേ ഇല്ല. നമുക്ക് നോൺ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ആയിട്ടുള്ള ഡീകംപ്രഷൻ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ RPMS റിപ്പിറ്റേറ്റീവ് പെരിഫറൽ മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ, അതേപോലെ ലേസർ ട്രീറ്റ്മെൻറ്റ്, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഈ പറഞ്ഞ രീതിയിലുള്ള ലക്ഷണങ്ങൾ വളരെ നല്ല രീതിയിലുള്ള മാറ്റം കൊണ്ടുവരാനായിട്ട് കഴിയുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ശരീരഭാരം നിയന്ത്രിച്ച് നിർത്തുക, കൃത്യമായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്ത് പോവുക, കൃത്യമായിട്ട് എക്സസൈസ് ഫോളോ ചെയ്ത് പോവുക തുടങ്ങിയവയൊക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ അസുഖത്തിൽ നിന്നും വളരെ നല്ല രീതിയിലുള്ള മാറ്റം കൊണ്ടുവരാനായിട്ട് കഴിയുന്നുണ്ട്.